കൂട്ടുകാരെ അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീഡിയോ കണ്ടാലോ? ഇന്ന് നമുക്ക് ചിക്കൻ പൊരിച്ചത്, ചിക്കൻ കറി, വറുത്തരച്ച കറിയൊക്കെ വേണ്ടി പോവാണ്. പിന്നൊരു മുട്ടക്കേക്കാണ് ഉണ്ടാക്കാൻ റെഡിയാക്കി വെച്ചതാണ്. കറി അടുപ്പത്ത് വെച്ചിന് ഉരുളക്കിഴങ്ങും ചിക്കനും കൂടെയാണ്. അതിലേക്കാണ് തേങ്ങ വറുത്തരക്കണേ. പിന്നെ കുകപ്പൊടി കാച്ചാനാണ്. കുകപ്പൊടി സേമിയയും കൂടെ ഇട്ടാണ് കാച്ചുക. അതിൽ 2 സ്പൂണ് കുകപ്പൊടി ഇടും. തേങ്ങാപ്പാലാണ്. ഫസ്റ്റ് പാൽ, 1-ാം പാൽ അവിടെ മാറ്റി വെച്ചിന്. 2-ാം പാലാണ് ഇത് അടുപ്പത്ത് വെച്ചത്. ഇതൊന്ന് തിളയ്ക്കാനായിട്ട് കുകപ്പൊടി കലക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. പിന്നെ അതാ തേങ്ങ വറുത്ത് വെച്ച് അരയ്ക്കാൻ വേണ്ടി അരച്ച് ഒപ്പത്തിൽ കറിക്കാവട്ടെ. 2 സ്പൂണ് കുകപ്പൊടി ഇതിലിടുകയാണ്. 2 സ്പൂണിൻ്റെ ചെറിയ സ്പൂണായതുകൊണ്ട് ഒരു 3 സ്പൂൺ ഇടുന്നുണ്ട്. കലക്കി അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഇതൊക്കെ ഒഴിക്കുകയാണ്. ഇങ്ങനെ കട്ടിയായി വരും. ഇതൊക്കെ രസം സേമിയ കൂടെ ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ തരി കാച്ചിയ പോലെ തന്നെ ഉണ്ടാവും, പക്ഷെ നല്ലതാണ്. സുഖപ്പൊടിൻ്റെ വെള്ളം കുടിക്കുന്നതിന് പകരം. ആദ്യത്തെ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാണ്. പഞ്ചസാരയും കൂടെ ഉണ്ട്. ഏലക്കായ് പൊടിച്ചിട്ട് കേട്ടോ. വെറൈറ്റി പത്തിരിയാണ്. തേങ്ങയാണിത്. തേങ്ങ ഇട്ട് പിന്നെ നല്ല ജീരകം, പെരുംജീരകം, പുളി എല്ലാം കൂടെ ഇട്ട് ഒന്ന് ഒതുക്കിയിട്ട് പൊടി വാട്ടണേക്ക് ഇട്ട് കൊടുക്കാനാണ് പത്തിരി ഉണ്ടാക്കലേക്ക്. ഇട്ടേരുന്നു. കറിയിൽ തേങ്ങ ഒക്കെ കലക്കി കറി റെഡിയായി. ഞങ്ങൾ പത്തിരി ഉണ്ടാക്കിയാൽ മതി. കേക്ക് അങ്ങനെ റെഡിയായി. ചെറിയ കേക്കാണ്. ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മയോനൈസ് ഉണ്ടാക്കിയത്. പിന്നെ ഇതാ ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കോ അരിഞ്ഞച്ച് അതിലേശം കുരുമുളക് പൊടി, മയോനൈസ് ഉണ്ടാക്കി അതിൻ്റെ ആക്കും. കുരുമുളക് പൊടിയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചാണ്. കോഴിമുട്ട അതാ ബ്രെഡ് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കണം. ചിക്കൻ പൊരിച്ചത് ഇങ്ങനെ പിച്ചിങ്ങായിട്ട് ഇട്ടിക്കണം. അതിൽ അത് അതിലിട്ടതാ കോഴിമുട്ട അതാ പൊട്ടിക്കണം. ഇതിലേക്ക് ഇടിച്ച് ബ്രെഡ് പൊരിക്കാൻ വേണ്ടിയിട്ട് എടുക്കാനാണ്. 3 മുട്ട എടുത്ത് ഇങ്ങനെ 2 മുട്ടയും ഓയിലും വെളുത്തുള്ളിയൊക്കെ കുട്ടിയിട്ട് മയോനൈസ് ഉണ്ടാക്കിയത്. ബ്രെഡ് പൊടി, റസ്ക് പൊടി, ബ്രെഡ് അതിൽ മുക്കി അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. പാക്കറ്റാക്കി അങ്ങനെ നമ്മൾ ബ്രെഡ് പാക്കറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.